പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കീയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള അത്യാവശ്യം നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് പേപ്പറിലുണ്ടായിരുന്നത്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസൊക്കെ ഒരു പഴയ രീതിയിലേക്ക് 2010-13 കാലഘട്ടത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ആ ലെവലിലേക്കൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. എങ്കിലും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നോക്കുക, ഇതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 8 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല. ഓപ്ഷൻസ്, ആൻസർ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബിസിനസ് റിസ്ക് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കോപ്പറേറ്റീവ് സൊസൈറ്റി. മൂന്നാമത്തത് PPPൻ്റെ എക്സ്പാൻഷനാണ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്. നാലാമത്തത് ഇന്നോവേറ്റീവ് ആണ്. അഞ്ചാമത്തത് C2C. 6 ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ദെൻ ഏഴാമത്തത് പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ബൈ പബ്ലിക് കമ്പനി, ഓപ്ഷൻ ബി ആണ്. എട്ടാമത്തത് ഷെയർസിൻ്റെ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഷെയർസിൻ്റെ ഡിവിഡൻ്റ് ആണ് വരിക. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ദോസ് റീറ്റെയിലേഴ്സ് വുഡ് നോട്ട് ഹാവ് ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇഗ്നറൻറ്റ് ട്രേഡേഴ്സ് ആണ് വരിക. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ഏതാണ്, ബിൽ ഓഫ് എൻട്രി ആണ് വരിക. ഓക്കെ, ഇതിൽ 8 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ്. ഇൻഡസ്ട്രീസിൻ്റെ ടൈപ്സ് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ടെർഷ്യറി ആണ് വരിക. ദെൻ ഹണ്ടിങ് വരുന്നത് എക്സ്ട്രാക്റ്റീവ് ആണ്. ഫിഷ് ഹാച്ചറി, ഓക്കെ, മത്സ്യബന്ധനം വരുന്നത് ജനറ്റിക് ആണ്. ദെൻ ഷുഗർ ഇൻഡസ്ട്രി വരുന്നത് മാനുഫാക്ചറിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 മാർക്കിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് എനി 2 എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ ഏതെങ്കിലും 2 എലമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വേണ്ട, ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ മതി, 2 മാർക്ക് കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് എനി 4 ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടറിൻ്റെ ഏതെങ്കിലും 4 ഫങ്ഷൻസ്. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 4 പോയിൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ പ്രിഫറൻസ് ഷെയർസിന് കിട്ടുന്ന 2 പ്രിഫറൻസസ് ഏതൊക്കെയാണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 പ്രിഫറൻസസ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അറിയാവുന്നതാണ്. ഒന്ന് ഡിവിഡൻഡ് കിട്ടുന്നതിനുള്ള പ്രിഫറൻസ്, രണ്ടാമത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്, കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് ക്യാപിറ്റൽ കിട്ടാനുള്ള റൈറ്റ്. ഓക്കെ, ഈക്വൽ ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ ആർക്ക് ക്യാപിറ്റൽ കിട്ടും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പോൾ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൽ വരുന്ന പ്രിഫറൻസും ഡിവിഡൻഡ് കിട്ടാനുള്ള പ്രിഫറൻസും, ആ 2 പ്രിഫറൻസാണ് വരിക. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. അത് മോഡൽ എക്സാമിൻ്റെ റിപ്പീറ്റഡ് ആണ്. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മോഡ്സ് ഓഫ് എൻട്രി എഴുതാനാണ്. നെയിം മാത്രം എഴുതി വെച്ചാൽ മതി. അതിലേതെങ്കിലും 4 എഴുതി വയ്ക്കാം. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, പിന്നെ ലീസിങ്, ഫ്രാഞ്ചൈസിങ്. ഓക്കെ, അത്തരത്തിലുള്ള ഏതെങ്കിലും 4 മോഡ്സ് ഓഫ് എൻട്രി എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ലീസിങ് ആണെന്ന് പറഞ്ഞ് തോന്നുന്നു കേട്ടോ. ലീസിങ് അല്ല, ലൈസൻസിങ് കേട്ടോ. ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, പിന്നെ കോൺട്രാക്ട് മാനുഫാക്ചറിങ്, ഓക്കെ, എക്സെട്ര. ഇതൊക്കെ മോഡ്സ് ഓഫ് എൻട്രി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. 4 എഴുതിയാൽ 2 മാർക്ക് കിട്ടും. ദെൻ അടുത്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫീച്ചേഴ്സ് എഴുതാനുള്ള പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ, ഇത്തരത്തിലുള്ളൊരു പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ബേസിസ് പോയിൻറ്റ്സ് എന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പൊതുവേ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എഴുതാം, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെയാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഇവിടെ പോയിൻ്റ് എന്നിട്ട് ആ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അത് കുട്ടികൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കാം. പഠിച്ച എല്ലാ പോയിൻറ്റ്സും എഴുതാൻ ശീലിച്ച പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോയിൻറ്റ്സ് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചത് പിള്ളേർ കൺഫ്യൂസിങ് ആവാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഫോർമേഷൻ, ലയബിലിറ്റിയും കണ്ടിന്യൂറ്റി ചോദിച്ചിട്ടുള്ളത് ഈസി ആയിട്ട് അവിടെ എഴുതാൻ പറ്റുന്നതാണ്. ഒരു സെൻറ്റൻസ് എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടും. പാർട്ട്ണർഷിപ്പിൻ്റെ 3 ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെയിൽവേസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഫോം ഓഫ് എൻ്റർപ്രൈസ്. ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിംഗ് ആണ് വരിക. അതിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ അപ്ലിക്കേഷൻ ലെവൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ്റെ 3 സ്റ്റെപ്സ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനോ ക്യാപിറ്റലിൽ വരുന്ന ഏതെങ്കിലും 3 സ്റ്റെപ്സ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ നമ്മുടെ സെബിയുടെ അപ്രൂവൽ വേണം, പിന്നെ പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യണം, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് അതിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും 3 സ്റ്റെപ്സ് എഴുതി വെച്ചാൽ അവിടെ 3 മാർക്ക് സ്കോർ ചെയ്യും. ദെൻ അടുത്ത MSMEയുടെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നാണ്. ഏതെങ്കിലും 3 പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 6 സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എക്സ്പോർട്ട് പ്രൊസീജിയർ. എക്സ്പോർട്ട് പ്രൊസീജിയറിൻ്റെ 6 സ്റ്റെപ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. 6 സ്റ്റെപ്പ് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ അതിൽ 6 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, റിട്ടയർഡ് ഏണിങ്സ് എന്താണ്, അതിൻ്റെ മെറിറ്റ്സ് എഴുതാനാണ്. 2 മെറിറ്റ്സ് എഴുതി കഴിഞ്ഞാൽ അവിടെ 3 മാർക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളതൊക്കെ. ഇനി 4 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ 23ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ 4 മെറിറ്റും 4 ഡിമെറിറ്റും എഴുതാനാണ്. ജസ്റ്റ് പോയിൻ്റ് എഴുതി വെച്ചാൽ മതി, 4 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്താണ്, അതിൻ്റെ 6 ഫീച്ചേഴ്സ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ഫീച്ചേഴ്സും എക്സ്പ്ലനേഷനൊന്നും വേണ്ട, 6 ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ഫീച്ചറിന് 1/2 മാർക്ക് വീതം, അങ്ങനെ 6 ഫീച്ചറിന് 3 മാർക്കും പിന്നെ 1 മാർക്ക് ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ ഒരു മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അങ്ങനെ 4 മാർക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ 25ാമത്തെ ക്വസ്റ്റ്യൻ, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ഏതെങ്കിലും 4 ഫങ്ഷൻസ് എഴുതാനാണ്. ബ്രീഫ്ലി ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിട്ട് എഴുതാം. ഏതെങ്കിലും 4 ഫങ്ഷൻ. അപ്പോൾ എന്താണ്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിങ് മണി, ചെക്ക് ഫെസിലിറ്റി. ഓക്കെ, അത്തരത്തിലുള്ള ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ അവിടെ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാത്രം. ഓക്കെ, ഇനി അടുത്തത് 26ാമത്തെ മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൻ്റെ ആൻസർ വരിക ട്രേഡ് ക്രെഡിറ്റ് വരുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്, ഫാക്ടറിങ് വരിക കമ്മീഷനാണ്, ലീസിങ് കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ അൺസെക്യൂർഡ്. ഓക്കെ, അപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ് പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്മോൾ സ്കെയിൽ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ഏതൊക്കെയാണ് വരിക, അതിൽ വരുന്നത് ജനറൽ സ്റ്റോഴ്സ്, സ്പെഷ്യാലിറ്റി ഷോപ്പ്, സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ്. ഓക്കെ, അങ്ങനെ 4 എഴുതുക. 4 എഴുതുക, അപ്പോൾ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ 1/2 മാർക്ക് കിട്ടും. 4 മാർക്ക് കിട്ടണമെങ്കിൽ 4 പോയിൻറ്റ്സ് 4 ഷോപ്പുകൾക്ക് എക്സ്പ്ലനേഷൻ, ഒരു സിമ്പിൾ സെൻറ്റൻസ് എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കണം കേട്ടോ. എന്നാലാണ് അവിടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. ദെൻ അടുത്തത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ 1ാമത്തെ ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, മിസ്റ്റർ സുരേഷ് ഈസ് എൻഗേജ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഹി ഈസ് എൻഗേജ്ഡ് ഇൻ. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുക, ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ അത് ഏത് തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ എല്ലാവരും കിട്ടി കാണും. ബിസിനസ് ആക്ടിവിറ്റി ആണത്, ബിസിനസ്സാണത്. ബിസിനസ്സിൻ്റെ 4 ഫീച്ചേഴ്സും എഴുതാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സ് എഴുതാനാണ്. ഓക്കെ, ഈ ബിസിനസ്സിൻ്റെ 5 ബെനിഫിറ്റ്സ് എഴുതാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബിസിനസ്സാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും ദെൻ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, 4 സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവരോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതും കാണിക്കണം. ഓക്കെ, അങ്ങനെ 4 സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ടുവേർഡ്സ് റെസ്പോൺസിബിലിറ്റിയും ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ മീനിങ് എഴുതി കഴിഞ്ഞാൽ 4+1 5 മാർക്ക്. ഓക്കെ, ദെൻ അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ഒന്ന് എന്താണ്, ക്വസ്റ്റ്യൻ സ്ട്രക്ചറിലൊന്ന് വ്യത്യാസം വരുത്തിയെന്ന് മാത്രം. അതിന് ബേസിസ് തന്നിട്ടുണ്ട്. ആ ബേസിസ് വെച്ചിട്ടാണ് മെമ്മോറാണ്ടം ആർട്ടിക്കിളും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചതെല്ലാം എഴുതി വെച്ചിട്ട് അവിടെ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന ബേസിസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നാൽ തന്നെയാണ് അവിടെ മാർക്ക് കിട്ടുള്ളൂ. 5 പോയിൻറ്റ്സ് എഴുതുക, 5 ഡിഫറൻസ് 5 മാർക്ക്. ഓക്കെ, ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ്, പൊസിഷൻ, റിലേഷൻഷിപ്പ്, വാലിഡിറ്റി, നെസസിറ്റി. ഓക്കെ, അപ്പോൾ അത് ബേസിസ് വെച്ച് പഠിച്ചവർക്ക് ഈസി ആയിട്ട് അവിടെ സ്കോർ ചെയ്യാം. അല്ലാതെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ പഠിച്ചവർക്ക് ഒരുപക്ഷെ സ്കോർ ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചറിന് ചെറിയൊരു മാറ്റമുണ്ടായി. ഓക്കെ, എന്നാലും അത് നിങ്ങൾ ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഡിഫറൻസിൽ അതൊക്കെ വന്നിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കോർ കിട്ടേണ്ടതാണ്. ഓക്കെ, ദെൻ എസ് എ ക്വസ്റ്റ്യൻ 3 ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒന്നാമത്തത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്, അതിൻ്റെ ഏതെങ്കിലും 7 ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ സർവീസ് ദാറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് ഇൻ ബിസിനസ്സിലെ റിസ്ക് തടയാനായിട്ട്, റിമൂവ് ചെയ്യാനായിട്ടുള്ള സർവീസ് ഏതാണ്? ഇൻഷുറൻസ് ആണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഷുറൻസ് അതിൻ്റെ ഏതെങ്കിലും 7 പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 34ാമത്തെ ക്വസ്റ്റ്യൻ ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ, അതും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ഈസ് ആൻ പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ്. അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ലാർജ് സ്കെയിൽ റീറ്റെയിലിങ്ങിൽ സെയിൽസ്മാൻ്റെ ആവശ്യമില്ലാത്ത ഷോപ്പ് ഏതാണ്? സൂപ്പർ മാർക്കറ്റാണ് വരിക. ഓക്കെ, അതിൻ്റെ ഐഡൻറ്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റാണ്. അതിൻ്റെ 4 മെറിറ്റും 3 ഡിമെറിറ്റും എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് പോയിൻറ്റ്സ് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, ഈസി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഫീച്ചേഴ്സും ഡിഫറൻസൊക്കെ ചോദിച്ചത് പോയിൻറ്റ്സ് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചത് ചിലപ്പോൾ അത് കുട്ടികളുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾക്കത് ഒരു അത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിൻറ്റ്സ് ഒന്നല്ല തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് +1 ബിസിനസ് സ്റ്റഡീസ്. ഓക്കെ, +2 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം +2 കുട്ടികൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു ബിസിനസ് സ്റ്റഡീസിൻ്റെ +1 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. +2 ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇവിടെ മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.